ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് AMCS FNCKയുടെ ഫസ്റ്റ് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി മെയിൻ റാങ്ക് ലിസ്റ്റ് വരുന്നതായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് നിങ്ങൾക്ക് സൈറ്റിൽ കയറി നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. 35 കോളേജസ് ആണ് നമുക്ക് ടോട്ടലി AMCS FNCKയിൽ വരുന്നത് 2025. ഇതിൽ നമുക്ക് 15 ഓപ്ഷൻസ് ആണ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഈ വർഷം 733 കുട്ടികൾക്കാണ് റാങ്ക് വന്നിരിക്കുന്നത്. ടോട്ടൽ സീറ്റ് ഓഫ് AMCS FNCK എന്ന് പറയുന്നത് 868 ആണ്. അപ്പോൾ 7000 കുട്ടികൾ ഇവിടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് എന്നെങ്കിൽ കൂടിയും നമുക്ക് വേക്കൻസി സീറ്റ് 868 കുട്ടികൾക്ക് മാത്രമേ കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിൽ ഏതെങ്കിലും കുട്ടികൾക്ക് തിരുത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറക്ഷൻ ടൈം ചെയ്യാവുന്നതാണ്. സെപ്റ്റംബർ 2-ാം തീയതി 5 മണി വൈകിട്ട് 5 മണി വരെയാണ് സമയം പറഞ്ഞിരിക്കുന്നത്. admissions@amcsfnck.com എന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയച്ച് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. മെയിൽ അയക്കുന്ന സമയത്ത് നിങ്ങൾ സബ്ജക്റ്റും നെയിമും ആപ്ലിക്കേഷൻ നമ്പറും കൊടുക്കാൻ വേണ്ടി മറന്നു പോകരുത്. അലോട്ട്മെന്റ് സെപ്റ്റംബർ 8-ാം തീയതിയാണ് വരുന്നത് എന്നാണ് പ്രോസ്പെക്ടസിലെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. ഫുൾ ഇൻഡെക്സ് മാർക്കുള്ള 3 കുട്ടികളാണ് ഈ വർഷം വന്നിട്ടുള്ളത്. ഇവർ ഓൾറെഡി LBS, CPAS, നീറ്റ് ആ രീതിയിലൊക്കെ പാരാമെഡിക്കൽ എന്നുള്ള പല സ്ട്രീമിലായിട്ടും അഡ്മിഷൻ എടുത്ത കുട്ടികളാകും. ഇവർ ഇതിലേക്ക് മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സീറ്റ് വേക്കൻസി വരും. അതായത് കുറച്ചുകൂടി ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് സീറ്റ് വേക്കൻസി വരുന്നതായിരിക്കും. നമുക്ക് ഇൻഡെക്സ് മാർക്കിനെ പകരം നമ്മളിവിടെ പെർസെൻറ്റേജ് ആയിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പെർസെൻറ്റേജ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി ഇൻഡെക്സ് മാർക്കിനെ എങ്ങനെയാണ് പെർസെൻറ്റേജിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെന്ന് കണ്ടു നോക്കി മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. AMCS FNCKയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷിലെ +2 മാർക്കാണ് ആഡ് ചെയ്തിട്ടാണ് ഈ പെർസെൻറ്റേജ് വന്നിരിക്കുന്നത്. 2024 94.6667 എന്ന് പറയുന്ന രീതിയിലുള്ള കുട്ടികൾക്കാണ് പെർസെൻറ്റേജ് കിട്ടിയ കുട്ടികൾക്കാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. ലാസ്റ്റ് ആ കുട്ടിയുടെ റാങ്ക് എന്ന് പറയുന്നത് 2262 ആയിരുന്നു. കഴിഞ്ഞ വർഷം 6 അലോട്ട്മെന്റ് ആണ് നമുക്കുണ്ടായിരുന്നത്. ഈ വർഷം വേക്കൻസി അനുസരിച്ച് മുന്നോട്ട് അലോട്ട്മെന്റ് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും സ്പോട്ട് അലോട്ട്മെന്റ് നടത്തുന്നുണ്ടാവുക. ഈ വർഷം വന്നിരിക്കുന്നത് 3 അലോട്ട്മെന്റുകളാണ്. ഓപ്പൺ മെറിറ്റ്, ക്രിസ്ത്യൻ മൈനോറിറ്റി, അതുപോലെ തന്നെ നൺ എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഉള്ള സംശയം എന്ന് പറയുന്നത് 2025 ആർക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതായിരിക്കും. ഒരു 90% മുകളിലുള്ള കുട്ടികൾക്കാണ് സാധ്യത പറയാൻ വേണ്ടി സാധിക്കുന്നത്. 2500 റാങ്കിന് മുകളിലുള്ള കുട്ടികൾ, 2400 അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഇതിന് വെയിറ്റ് ചെയ്താൽ മതിയാകും. എന്നാൽ കൂടി നമുക്ക് 2000 പേർക്കും കിട്ടുമെന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. നമുക്ക് വരുന്നത് 868 സീറ്റുകൾ മാത്രമാണ് എന്നത് മനസ്സിലാക്കിയതിനു ശേഷം വേണം നിങ്ങൾ ഇതിലേക്ക് മുന്നോട്ട് പോകാനായിട്ട്. ഇനി ചെയ്യാൻ സാധിക്കുന്നത് ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്യാനും റിമൂവ് ചെയ്യാനും ആണ് സാധിക്കുന്നത്. പുതിയ കോളേജസ് ആഡ് ചെയ്യാനൊന്നും നമുക്കിനി സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ പല കുട്ടികളും ചോദിച്ചതാണ് ഫീസിന് ഡൊണേഷൻ ഉണ്ടോ എന്നുള്ളത്. ഇവിടെ ഡൊണേഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. സെയിം ഫീ തന്നെയാണ് എല്ലാ കാറ്റഗറി സ്റ്റുഡൻസിനും വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ സ്കോളർഷിപ്പും ഇവിടെ കിട്ടുകയില്ല. പക്ഷെ നിങ്ങൾക്ക് ലോണിന് വേണ്ടി, എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതെങ്ങനെയൊക്കെയാണ് എഡ്യൂക്കേഷൻ ലോണിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ചാനൽ. അത് കാണാത്തവർ അതുകൂടി ചെന്ന് കണ്ടു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം വേണം എഡ്യൂക്കേഷൻ ലോണുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. എത്രയാണ് എഡ്യൂക്കേഷൻ ലോൺ കിട്ടുന്നത്, എത്രത്തോളം എമൗണ്ട് ആണ് കിട്ടുന്നത്, ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് എന്നതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ അലോട്ട്മെന്റും എപ്പോഴൊക്കെയാണ് വരുന്നത് എന്നുള്ള ഡേറ്റ് വളരെ കൃത്യമായിട്ട് തന്നെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ സമയമാകുമ്പോൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ സൈറ്റ് ചെക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെന്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടൈം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകളോ ഉണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള മെയിൽ ID-യിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യേണ്ടതാണ്. മെയിൽ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ നമ്പറും പേരും നിങ്ങളുടെ സബ്ജക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിന് ശേഷം വേണം മെയിൽ ചെയ്യാനായിട്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് തന്നെ മെയിൽ ചെയ്യുക. എന്നാൽ മാത്രമേ അവർക്ക് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ടോക്കൺ ഫീ വരുന്നത് 25,000 റുപ്പീസ് ആണ്. എല്ലാവർക്കും ഈ സെയിം ഫീസ് തന്നെയാണ് വരുന്നുണ്ടാവുക. അലോട്ട്മെന്റ് 3 അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങളിപ്പോൾ പങ്കെടുത്തു, ഒരിടത്ത് കിട്ടി, നിങ്ങൾ ടോക്കൺ ഫീ അടച്ച് സെക്യൂർ ചെയ്താൽ മതിയാകും. അപ്പോൾ തന്നെ അഡ്മിഷൻ പോയി എടുക്കേണ്ട. നെക്സ്റ്റ് അലോട്ട്മെന്റ് വന്ന് അതുപോലെ 3rd അലോട്ട്മെന്റ് വന്നതിന് ശേഷം എപ്പോഴാണ് പോയി അഡ്മിഷൻ എടുക്കേണ്ടത് എന്നൊരു ഡേറ്റ് വെബ്സൈറ്റിൽ വരുന്നതാണ്. ആ സമയത്താണ് നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ആർക്കൊക്കെ എത്ര പെർസെൻറ്റേജ് ആണ്, നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നതൊക്കെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയുക.
ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഉടൻ തന്നെ ഷെയർ ചെയ്ത് അവരെയും കൂടി അറിയിക്കുക. കുറേ കുട്ടികൾ ടൈം അറിയാതെ പല കുട്ടികൾക്കും ഇതൊന്നും ചെയ്യാതെയും പല കുട്ടികളും അലോട്ട്മെന്റ് കിട്ടാതെയും വിഷമിക്കുന്നുണ്ട്. പലരും ഓപ്ഷൻ രജിസ്ട്രേഷൻ അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ അറിയുന്ന വിവരങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കറക്റ്റ് ടൈമിന് നോട്ടിഫിക്കേഷൻസ് വരാൻ വേണ്ടിയിട്ടും കറക്റ്റ് ടൈമിൽ അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ടും നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.